ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡി ഗേറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സ് എന്ന പാഠഭാഗത്തിൻ്റെ ഷോർട്ട് സമ്മറിയാണ്. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ദമ്പതികളായ ഹ്യൂഗും കൊളിൻ ഗാൻസറുമാണ്. അവരുടെ സഞ്ചാരക്കുറിപ്പുകളും ഫോട്ടോഗ്രാഫിക്സും വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയ്ക്കുള്ള അവരുടെ സംഭാവനകളും വളരെ പ്രസിദ്ധമാണ്. രാജ്യത്തെപ്പറ്റിയും അതിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെപ്പറ്റിയും പഠിക്കാൻ അവർ വർഷങ്ങൾ ചിലവിട്ടു. ധാരാളം പുസ്തകങ്ങളും ട്രാവൽ ഗൈഡുകളും സഞ്ചാര സാഹിത്യ രചനകളും അവരുടെ പേരിലുണ്ട്. അവരുടെ സഞ്ചാര കൃതികളിൽ പലയിടത്തും നിന്നും എടുത്ത ഫോട്ടോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായനക്കാരുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന ഫോട്ടോകളാണവ. ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാക്കോളം അവർ ആരംഭിച്ചു. 30-ലധികം പുസ്തകങ്ങൾ രചിച്ചു. ലുക്കിംഗ് ബിയോണ്ട് ഉൾപ്പെടെ ദേശീയ ടിവിക്കായി 57 യാത്രാ ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചു. ഇന്ത്യൻ ട്രാവൽ ജേർണലിസത്തിൽ അവർ നൽകിയ സംഭാവനകൾക്ക് ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും പാറ്റ ഗോൾഡ് അവാർഡുകളും മികച്ച ട്രാവൽ റൈറ്റർ അവാർഡുകളും അവർക്ക് ലഭിച്ചു. ദി സാഗ ഓഫ് ദി ടിഫിൻ കാരിയേഴ്സ് എന്ന ഈ ചാപ്റ്റർ മുംബൈയിൽ ജോലി ചെയ്യുന്ന 2 ലക്ഷം ആളുകൾക്ക് ദിവസവും ചൂടുള്ള വീട്ടിൽ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാവാലകളുടെ കഥയാണ് പറയുന്നത്. ഡബ്ബാവാലകൾ മുംബൈയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ലോകത്തിലെ മറ്റൊരു നഗരത്തിലും ഇത്തരക്കാരെ കാണാൻ പറ്റുകയില്ല. ഭൂമിയുടെ ഉയർന്ന വിലയും അമിതമായ ഫ്ലാറ്റ് വാടകയും കാരണം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും വളരെ ദൂരെയാണ് താമസിക്കുന്നത്. നഗരത്തിലെ ഭക്ഷണശാലകൾ വില കൂടിയതും ഇന്ത്യക്കാർക്ക് തണുത്ത ഭക്ഷണം ഇഷ്ടമല്ലാത്തതും ഡബ്ബാവാലകളെ അനിവാര്യമാക്കുന്നു. 1890-ൽ ദാദറിലെ ഒരു പാഴ്സി സ്ത്രീ മഹാദു ഇവഹാജി ബച്ചയോട് ഭർത്താവിന് ടിഫിൻ എത്തിക്കാൻ ആവശ്യപ്പെട്ടതാണ് ഇതിന് തുടക്കം. ഇപ്പോൾ 5000 ഡബ്ബാവാലകൾ 2 ലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. രാവിലെ 8 മുതൽ ടിഫിനുകൾ ശേഖരിക്കുന്നു. 1 മണിക്കകം ഓഫീസുകളിൽ എത്തിക്കുന്നു. 2 മണിയോടെ കഴിച്ച പാത്രങ്ങൾ എടുക്കുന്നു. 5:30-നകം ആ പാത്രങ്ങൾ തിരിച്ചെത്തിക്കുന്നു. പ്രതിമാസം 500 രൂപ. ഒരു ട്രേയിൽ 40 മുതൽ 45 ടിഫിനുകൾ ഉണ്ടാകും. അവ തലയിൽ, കഴുത്തിൽ, തോളിൽ കൊണ്ടുപോകുന്നു. 5 ചേഞ്ചിങ് പോയിന്റുകളിൽ വേഗത്തിൽ സോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ടിഫിൻ ബോക്സിന് മുകളിലും ആൽഫ ന്യൂമറിക്കൽ മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അവ ഫ്ലാറ്റ്, സ്ഥലം, ചേഞ്ചിങ് പോയിന്റ്, ഡെലിവറി ഓഫീസ്, ഡബ്ബാവാല എന്നിവ സൂചിപ്പിക്കുന്നു. സ്വനിർമ്മിതം, തെറ്റില്ലാത്ത സിസ്റ്റം, കഠിനമായ പരിശീലനം നിർബന്ധം. വെളുത്ത ക്യാപ്പ് ധരിക്കാത്തതിന് ആദ്യം പിഴ, പിന്നീട് സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യും. ഡബ്ബാവാലകളിൽ ഏറ്റവും പ്രായമുള്ള ആളാണ് ബിക്കാജി. അദ്ദേഹത്തിന് 74 വയസ്സുണ്ട്. 50 വർഷം സേവനവും. അതുകൂടാതെ 21 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനുമുണ്ട്. ഒരു ദിവസം എഴുത്തുകാരായ ദമ്പതികൾ ഡബ്ബാവാലകളുടെ തിരക്കിലുള്ള പ്രവർത്തനങ്ങൾ കാണാനിടയായി. അവർ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ട്രേകൾ തലയിൽ കൊണ്ടോടുന്നതാണ് അവർ കണ്ടത്. എഴുത്തുകാർ EL പൗലോ എന്ന ആളെ കണ്ടുമുട്ടുന്നു. അയാൾ ടെക്സ്റ്റൈൽ കൗൺസിൽ ഡയറക്ടറും സെക്രട്ടറിയുമായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലങ്ങളായി അദ്ദേഹത്തിന് ഡബ്ബാവാലകളുമായി ഇടപാടുണ്ട്. ഈ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഡബ്ബാവാലകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന കാര്യം പൗലോ പറഞ്ഞു. അതുകൂടാതെ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളുകളുടെയും ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസിൻ്റെയും പ്രശംസ ഇവർ പിടിച്ചുപറ്റിയിട്ടുണ്ട്.